ഡോക്ടർ ഷൈമ ഹിയർ. കുഞ്ഞുങ്ങളിൽ ആദ്യം വരുന്ന പല്ലുകൾ കൊഴിഞ്ഞു പോകാനുള്ളതാണെന്നും അവയുടെ കാര്യത്തിൽ ശ്രദ്ധയൊന്നും ആവശ്യമില്ലെന്നും പല മാതാപിതാക്കളും കരുതുന്നു. ഇത് പൂർണ്ണമായും തെറ്റായൊരു ധാരണ തന്നെയാണ്. ആദ്യം മുളച്ച പാൽപ്പല്ലുകൾ കുറച്ചു കാലത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ലുകൾ അതിൻ്റെതായ ഓർഡറിൽ പറയുന്നതനുസരിച്ചാണ് അവരിലെ താടിയലിന്റെ വികാസം സംഭവിക്കുന്നത്. പാൽപ്പല്ലിൽ ഏതെങ്കിലും ഒരു പല്ല് നേരത്തെ പറയുവാൻ ഇടയായാൽ ആ ഭാഗത്തെ താടിയലിന്റെ വികാസം കുറയുകയും പിന്നീട് പെർമനന്റ് ആയിട്ടുള്ള പല്ല് വരുമ്പോൾ അതിന് വരാൻ സ്ഥലം തികയാതെ വരികയും ചെയ്യുന്നു. പാൽപ്പല്ലുകൾ മാറി സ്ഥിരം പല്ലുകൾ വരുന്ന ഘട്ടത്തിൽ ഇത് പല്ലിന്റെ നിരയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുമാത്രമല്ല, കുട്ടികളിൽ സംസാര ശൈലിയും ഉച്ചാരണവും രൂപപ്പെടുന്നതിൽ തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാതെ വന്നാൽ ദഹനക്കുറവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആഴത്തിൽ കേട് ബാധിച്ചിട്ടുള്ള പാൽപ്പല്ലുകൾ പൽപ്പ് തെറാപ്പി ചെയ്ത് അടച്ച് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി അഥവാ കേടുവന്ന പല്ലുകൾ അടച്ച് നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് ആ ഭാഗത്തെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക വിധത്തിൽ ഒരു സ്പേസ് മെയിൻറ്റെയിനർ അപ്ലയൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി പുതിയ പല്ലുകളുടെ സ്ഥാനമാറ്റം തടയുവാനും സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ സേവ്, ഷെയർ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.